ഹൈദരാബാദ് ദിവസങ്ങൾക്ക് മുൻപ്. ആ വീടിന്റെ മുറ്റത്ത് അന്ന് പെരുന്നാളിന് തുല്യമായ സന്തോഷമായിരുന്നു. വർഷങ്ങളായി സമ്പാദിച്ചുകൂട്ടിയ പണവും നെഞ്ചിലേറ്റിയ പ്രാർത്ഥനകളുമായി ഒരു വലിയ കുടുംബം മുഴുവൻ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ബന്ധുക്കളും അയൽക്കാരും ചുറ്റും കൂടി നിൽക്കുന്നു. എന്റെ കാര്യവും അവിടുത്തെ റബ്ബിനോട് പറയണേ എന്ന് പറഞ്ഞ് അയൽക്കാർ അവരുടെ കൈകൾ പിടിച്ചു. യാത്ര പറയുമ്പോൾ ഉമ്മമാരുടെ കണ്ണുകളിൽ ആനന്ദക്കണ്ണീരായിരുന്നു. മക്കയും കണ്ട് മദീനയിലെ മുത്തുനബിയെയും കണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് പറഞ്ഞ് നിറഞ്ഞ ചിരിയോടെ അവർ വാഹനത്തിലേക്ക് കയറി. കൈവീശി കാണിച്ചുകൊണ്ട് പോകുമ്പോൾ അത് അവസാനത്തെ യാത്ര പറച്ചിലായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. സൗദി അറേബ്യ 2025 നവംബർ 17 തിങ്കളാഴ്ച മക്കയിലെ പുണ്യകർമ്മങ്ങൾ അവർ ഭംഗിയായി പൂർത്തിയാക്കി. കഅബയെ കൺകുളിർക്കെ കണ്ടതിന്റെ സംതൃപ്തി എല്ലാവരിലുമുണ്ടായിരുന്നു. ഇനി മദീനയിലേക്കാണ്, പ്രവാചകന്റെ അരികിലേക്ക്. സമയം പുലർച്ചെ. എല്ലായിടത്തും നല്ല ഇരുട്ടും തണുപ്പും. മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹൈവേയിലൂടെ അവരുടെ ബസ് ചീറിപ്പായുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ഷീണം കാരണം ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും നല്ല ഉറക്കത്തിലായിരുന്നു. ചിലർ മദീനയിലെത്താൻ ഇനിയും എത്ര ദൂരമുണ്ടെന്ന് ഇടയ്ക്കിടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അൽ മുഫ്രിഹാത്ത് എന്ന സ്ഥലത്തെത്തിയ സമയം എല്ലാവരും മദീനയുടെ സ്വപ്നം കണ്ടുറങ്ങുന്ന ആ നേരത്താണ് വിധി ഒരു ഓയിൽ ടാങ്കറിന്റെ രൂപത്തിലെതിരെ വന്നത്. ഒരു നിമിഷം, ഒരേയൊരു നിമിഷം മതിയായിരുന്നു എല്ലാം തകിടം മറിയാൻ. വലിയൊരു സ്ഫോടന ശബ്ദത്തോടെ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചു. കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ ബസ് ഒരു തീഗോളമായി മാറി. അല്ലാഹ് എന്ന് വിളിക്കാൻ പോലും പലർക്കും സമയം കിട്ടിയില്ല. ഹൈദരാബാദിൽ നിന്ന് ചിരിച്ചുകൊണ്ട് യാത്ര തിരിച്ച ആ മുഖങ്ങൾ അഗ്നിനാളങ്ങൾക്കിടയിൽ മാഞ്ഞുപോയി. ബസ്സിനുള്ളിലെ ആ നരകത്തിയിൽ മരണം മുന്നിൽ കണ്ട നിമിഷം ഹൈദരാബാദുകാരനായ 25 വയസ്സുള്ള ആ യുവാവ് മാത്രം ഞെട്ടിയുണർന്നു. ചുറ്റും പുക, അലറിക്കരയുന്ന ശബ്ദങ്ങൾ, ദേഹത്തേക്ക് പടരുന്ന ചൂട്. ജീവിക്കണമെന്ന വാശിയിൽ അവൻ ബസിന്റെ ജനൽച്ചില്ല് സർവശക്തിയുമെടുത്ത് തകർത്തു. കൈകാലുകൾ മുറിഞ്ഞ് ചോരയൊലിച്ചിട്ടും അവൻ ആ തീയിനുള്ളിൽ നിന്ന് പുറത്തേക്കെടുത്തു ചാടി. റോഡിലേക്ക് തെറിച്ചു വീണ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു. തന്റെ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന ആ വലിയ കുടുംബം, അവരെല്ലാവരും ആ ബസ്സിനുള്ളിൽ കത്തിയെരിയുന്നു. ഒന്നു കരയാൻ പോലും ശബ്ദമില്ലാതെ മരുഭൂമിയിലെ ആ വിജനതയിൽ അവൻ തനിച്ചായി. മദീനയിലേക്ക് കൊതിച്ചെത്തിയ 45 പേരുടെ ആത്മാക്കൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ഉറ്റവരുടെ വേർപാടുമായി അവൻ മാത്രം ആ മണ്ണിൽ ബാക്കിയായി.